ശശി തരൂരിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്നാണ് അഭിപ്രായമെന്ന് കെ മുരളീധരൻ. തരൂരിന് പാർട്ടി പ്രയോജനപ്പെടുത്തണം. തരൂരിനെ കൂടുതൽ ചുമതലകൾ നൽകണം. പാർലമെന്റിലെ ചർച്ചകളിലടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകണം. കോൺഗ്രസ് ആണ് സീറ്റ് തന്നതെന്നും പാർട്ടിക്കാരാണ് പ്രവർത്തിച്ചതെന്നും ആരും മറക്കരുത്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃക്ഷാമമില്ലെന്നും മുരളീധരൻ. ശശി തരൂർ പറഞ്ഞത് ശരിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFും CPMും പറയുന്ന കാര്യമാണ് തരൂർ പറഞ്ഞത്. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്നും അദ്ദേഹത്തെ വില കുറച്ച് കാണേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. പിണറായിയോട് വലിയ താൽപര്യമുള്ള നേതാവാണ് ശശി തരൂരെന്ന് KV തോമസ് ന്യൂസ് 18നോട്. BJPയിലേക്ക് പോകരുതെന്ന് തരൂരിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നിലയിൽ മുന്നോട്ടു പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടില്ലെന്നും KV തോമസ്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും മഞ്ചേരിയിൽ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുത്തു. ഭരണഘടനാ വിഷയങ്ങളും വന്യജീവി ആക്രമണങ്ങളും തുടങ്ങി 2 വിഷയങ്ങളിലായിരുന്നു സെമിനാർ. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരി മെട്രോ വില്ലേജിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ കണക്കുകൾ പേടിപ്പിക്കുന്നതാണെന്ന് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. വന്യജീവി ആക്രമണമുണ്ടായാൽ ഇടപെടൽ വൈകുന്നു. പരിശീലനം കിട്ടിയ ജീവനക്കാർ കേരളത്തിൽ കുറവാണെന്ന് മഹുവ മൊയ്ത്ര വിമർശിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFുമായി സഖ്യമുണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. BJPയെ പ്രതിരോധിക്കുകയാണ് പ്രധാനമെന്നും കേരളത്തിലെത്തിയ തൃണമൂൽ MP ഡെറിക് ഒബ്രിയൻ പറഞ്ഞു. അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടപ്പെടാനിടയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിദ്വേഷ പ്രസംഗത്തിൽ മുൻ MLAയും BJP നേതാവുമായ PC ജോർജിനെ നാളെ അറസ്റ്റ് ചെയ്തേക്കും. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ച സാഹചര്യത്തിൽ നാളെ ഹാജരാകാമെന്നാണ് ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് മുൻപ് ജോർജ് ഹാജരാകും. നോട്ടീസ് നൽകിയ ശേഷമാകും നാളെ ജോർജിനെ ചോദ്യം ചെയ്യുക. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഷുഹൈബിന്റെ മൊഴി പുറത്ത്. അധ്യാപകരാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും അതിൽ ഇടപെട്ടിട്ടില്ല എന്നും ഷുഹൈബിന്റെ മൊഴി. അതേ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നത് യാദൃശ്ചികമാണെന്നും ഷുഹൈബ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 14ാം ദിവസം. സമരം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്ന് സൂചന. അതേസമയം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF പുറമെ BJPയും രംഗത്തെത്തി. ഇടതുമുന്നണിക്കുള്ളിലും മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തണമെന്ന അഭിപ്രായം ശക്തിപ്പെടുന്നു.